കേട്ടിട്ടുണ്ടെങ്കിൽ സോറി. ഇതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്, പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോ അത് കേട്ടാവും. കാരണം നമ്മള് ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല, ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ന്യൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോൾ 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാൻ എന്തൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയാസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മള് അങ്ങനെയാണെങ്കിൽ വിൻസിയുടെയും ഷൈനും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷൻ്റെ ആവശ്യമായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ വിൻസി എടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷൈൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ താൻ മനഃപൂർവ്വമായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് എടുക്കുന്നത്. മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് ഷൈൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഷൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസി ആ ഒരു ക്ഷമ പറഞ്ഞതിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.